നമസ്കാരം. എൻ്റെ പേര് ശ്രീകുമാർ. ഞാൻ അരിപ്പാട്ടുകാരനാണ്. ഒരു സിനിമാക്കാരനാണ്. ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഹരിപ്പാടുമായിട്ട് ബന്ധപ്പെട്ട മലയാള സിനിമയുടെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള ഒത്തിരി ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് ഹരിപ്പാട്. ഒന്നാമതായി ഞാൻ പറയേണ്ടത് മുതൽ രാമപിള്ളച്ചേട്ടനെ പറ്റിയാണ്. ശബ്ദമില്ലാത്ത സിനിമ, ആദ്യത്തെ ടോക്കി സിനിമ തുടങ്ങിയപ്പോൾ അതിൽ ശബ്ദമില്ലാത്ത ഇറയുടെ കാലം കഴിഞ്ഞുള്ള സിനിമ വരികയാണ്. അതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും ഒക്കെ എഴുതി അതിൽ അഭിനയിക്കുകയും ചെയ്ത ഒരു വലിയ മഹാനായ കലാകാരനാണ് മുതോളം രാമപിള്ളച്ചേട്ടൻ. പിന്നെ ഞാൻ പറയേണ്ട ആൾ കഥാകൃത്തും സംവിധായകനും തിരക്കഥാകൃത്തും സാഹിത്യകാരനുമൊക്കെ ആയ പത്മനാഭൻ ചേട്ടനെ പറ്റിയാണ്. അദ്ദേഹവും ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമാണ്. മുതോളം രാമപിള്ളച്ചേട്ടൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ സാറിൻ്റെ കൂടെ ചില പടങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വലിയ സിനിമാക്കാരനാണ് ഹരിപ്പാട് ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ. തമ്പിച്ചേട്ടൻ ഗാനരചയിതാവാണ്, സംവിധായകനാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്. സിനിമയുടെ സർവ്വ മേഖലകളിലും അദ്ദേഹം കൈവച്ച ഒരു വലിയ ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമായിട്ട് നിൽക്കുന്ന ഒരു ഞങ്ങളുടെ ഒരു സിനിമയുടെ ഒരു എന്താ പറയേണ്ടത് ഗുരുതുല്യനായ ഒരു മനുഷ്യനാണ് ഹരിപ്പാട് ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ. പിന്നെ മീന ചേച്ചി, പുള്ളി ഹരിപ്പാട്ടുകാരിയാണ്, നടി മീന. മീന ചേച്ചിയെ അറിയാത്തൊരാരുമില്ല, അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരെ പറ്റി കൂടുതൽ പറയുന്നില്ല. കലാനിലയം സ്റ്റേജിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ആളാണ്. മീന ചേച്ചി അഭിനയിച്ച പടങ്ങളൊന്നും ആർക്കും മറക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ സ്വന്തം അയലത്തുകാരിയായിരുന്ന നടി ശ്രീലത ചേച്ചി ഈ ഹൈസ്കൂളിൽ പഠിക്കുകയും പാട്ടിലേക്ക് വരികയും എൻ്റെ അച്ഛൻ്റെ കൂടെ ഗാനമേളകൾ തുടങ്ങുകയും ഹരിപ്പാട്ട് അമ്പലത്തിൽ എൻ്റെ ഫാദറിനൂടെ ഗാനമേള തുടങ്ങി KPSL അഭിനയിക്കാൻ ചെന്നു, പാട്ടുകാരായിട്ട് ചെന്നു. പിന്നെ സിനിമയിൽ അടൂർ ബാബു സാറിൻ്റെ കൂടെ ഒത്തിരി പടങ്ങൾ ചെയ്തു, കോമഡിയും സീരിയസായ കഥാപാത്രങ്ങളും. പിന്നെ ഒത്തിരി സീരിയലുമൊക്കെ ചെയ്തു. ചേച്ചിട്ട് വേണ്ടത്തുണ്ട്. പിന്നെ സീരിയലും സിനിമകളൊക്കെ ധാരാളം ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പറയേണ്ട വേറെ രണ്ടുപേരെ പറ്റി അവരൊരിക്കലും നമുക്ക് പറയാം. അതിന് അഭിനേതാക്കളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. MG രാധാകൃഷ്ണൻ ചേട്ടൻ, സംഗീത സംവിധായകനായ MG രാധാകൃഷ്ണൻ ചേട്ടന് അദ്ദേഹത്തിൻ്റെ അനിയൻ MG ശ്രീകുമാർ, പ്രസിദ്ധ ഗാനരചയിതാവ്, പാട്ടുകാരനായ MG ശ്രീകുമാർ, അദ്ദേഹത്തിൻ്റെ ചേച്ചി ഓമനക്കുട്ടി ചേച്ചി എല്ലാം ഹരിപ്പാട്ടുകാരാണ്. രാധാകൃഷ്ണൻ ചേട്ടൻ്റെ സംഗീതത്തെ പറ്റിയൊന്നും അഭിപ്രായം പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല. അത് നിങ്ങളെല്ലാം ഈ മലയാള സിനിമ കണ്ടിട്ടുള്ളവർക്കെല്ലാം അത് ചരിത്ര സംഭവമാണ്. അതുപോലെ ശ്രീകുമാറിൻ്റെ പിന്നണി ഗാന പ്രവർത്തനങ്ങളും എല്ലാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇനിയും ഞാൻ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളുടെയൊക്കെ മുമ്പേ പിതാമഹന്മാരായിട്ട് സിനിമയിൽ പോയ ശിവൻ ചേട്ടനാണ്. ശിവൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ സിനിമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി തുടങ്ങി യാഗമെന്ന സിനിമയുടെ സംവിധായകനായി എത്തിത്തീർന്ന് ചെമ്മീൻ സിനിമയിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ തുടങ്ങിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം വലിയ സിനിമാക്കാരാണ്, ഞങ്ങളുടെ നാട്ടിൻ്റെ അഭിമാനമാണ്. ആദ്യം നിങ്ങൾ അറിയുന്ന ഒരാളാണ് സന്തോഷ് ശിവൻ, ക്യാമറാമാൻ സന്തോഷ് ശിവൻ, ശിവൻ ചേട്ടൻ്റെ രണ്ടാമത്തെ മകനാണ്. അതുപോലെ തന്നെ ശിവൻ ചേട്ടൻ്റെ മൂത്ത മകൻ സംഗീത് ശിവൻ, യോദ്ധ എന്ന സിനിമയിലൂടെ ഒത്തിരി സിനിമകളൊക്കെ എടുത്ത മനുഷ്യനാണ്. പിന്നെ ധർമ്മേന്ദ്ര, ഹേമമാലിനി, ആ ട്രൂപ്പിൻ്റെ സണ്ണി ഡിയോൾ, ബോബി ഡിയോൾ, ഇവരുടെയൊക്കെ ഹിന്ദി സിനിമകളൊക്കെ എടുത്ത് അദ്ദേഹം ബോംബെയിലേക്ക് താമസം മാറുകയും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹോദരിയാണ് പുള്ളിക്കാരൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. സംഗീത ശിവൻ ഇപ്പോഴില്ല. അദ്ദേഹം ലാസ്റ്റിൽ ചെയ്ത ഒരു തമിഴ് സിനിമ ഹിന്ദി സിനിമ ഇപ്പോഴും ഇറങ്ങാനുണ്ട്. അത് നമ്മുടെ ഓജോ ബോർഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒക്കെ ഉള്ളൊരു സിനിമയാണ്. അത് ഉടനെ ഇറങ്ങുന്നതാണ്. അദ്ദേഹം കാലയവനെക്കുറിച്ച് മറിഞ്ഞുപോയി. പിന്നെ ക്യാമറാമാന്മാർ, ഇഷ്ടം പോലെ ക്യാമറാമാന്മാരെ സൃഷ്ടിച്ച നാടാണ് ഞങ്ങളുടെ നാട്. അതിൽ ആദ്യം പറയേണ്ടത് രാമേന്ദ്രബാബു സാറിനെ പറ്റിയാണ്. ഹരിപ്പാട് താമല്ലാക്കൽക്കാരനായ രാമേന്ദ്രബാബു സാറ് പൂനെ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് പിന്നെ MDയുടെ നിർമാല്യം മുതലുള്ള പടങ്ങൾ ചെയ്ത രാമേന്ദ്രബാബു സാറ്, അദ്ദേഹത്തിൻ്റെ അനിയൻ കൊമേഴ്ഷ്യൽ സിനിമയിൽ പ്രിയദർശൻ്റെ ഹിന്ദി സിനിമകളിലൊക്കെ വർക്ക് ചെയ്ത രവി കെ ചന്ദ്രൻ, സന്തോഷ് ശിവന്, പിന്നെ സന്തോഷ് ശിവൻ്റെ സ്വന്തം അമ്മാവൻ്റെ മകനായ മനോജ് കെ പിള്ള, അതുപോലെ തന്നെ ശിവൻ ചേട്ടൻ്റെ വേറൊരു പെങ്ങളുടെ മകനായ സഞ്ജീവ് ശങ്കർ, ഇങ്ങനെ ഒത്തിരി ക്യാമറാമാന്മാരെ കൊണ്ട് ഞങ്ങളുടെ നാട് സമ്പന്നമാണ്. അതുപോലെ തന്നെ ഇപ്പം ഡയറക്ടർമാരിൽ പറയാനുള്ളത്
മധു ഇന്നിപ്പം ഒത്തിരി പിന്നെ ക്രൈം സിനിമകളൊക്കെ എടുത്ത് അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ ST കോളേജിൽ BA പഠിക്കുകയാണ്, 71 to 74. അന്ന് എൻ്റെ കൂടെ സീനിയറായിട്ട് പഠിച്ച ആൾക്കാരാണ് നെടുമുടി വേണിച്ചേട്ടന്, ഫാസിൽ, പിന്നെ എൻ്റെ കൂടെ തന്നെ പഠിച്ചു വന്നവരാണ് ആലപ്പി അഷ്റഫ്, ഭീമൻ രഘു, അങ്ങനെ കുറേ ആൾക്കാർ. അതിൽ മധു ഇപ്പം KSFDCയുടെ ചെയർമാനാണ്. ഇവരെല്ലാം പറയാതെ എനിക്ക് എൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആഭിമുഖമായിട്ട് ഇത്രയും പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളെ അറിയുന്ന വലിയൊരു നടനുണ്ട്. അത് മുതലൻ രാമപിള്ള ചേട്ടൻ്റെയും പത്മരാജൻ ചേട്ടൻ്റെയും നാട്ടുകാരനാണ്. പത്മരാജൻ സാറാണ് അദ്ദേഹത്തിനെ ആദ്യമായി പെരുവഴിയമ്പലം എന്ന സിനിമയിലൂടെ നായകനായി അവതരിപ്പിച്ചു. അതാണ് എൻ്റെ അനിയൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുന്ന അശോകൻ്റെ ചേട്ടൻ പ്രസന്നമൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. അങ്ങനെ പെരുവഴിയമ്പലം എന്ന പത്മരാജൻ സിനിമയിലൂടെ നമ്മുടെ മലയാള സിനിമാ വേദിക്ക് അശോകനെ സംഭാവന ചെയ്തൊരു നാടാണ് എൻ്റെ നാട്. ഇന്നും അദ്ദേഹം നല്ല വിലയുള്ള സിനിമകൾ ചെയ്ത് ഈ മലയാള സിനിമാ വേദിയിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം ഇപ്പോഴും സിനിമകൾ ചെയ്ത് നിൽക്കുന്ന ആളാണ്. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ വലിയൊരു ഒരു ഭാഗ്യമെന്ന് പറയണത് പത്മരാജൻ, ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, KG ജോർജ്, മോഹൻ സാറ്, ഇങ്ങനെയുള്ള വലിയ വലിയ മലയാള സിനിമയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈടുറ്റ സിനിമകൾ ചെയ്ത സംവിധായകരുടെ കൂടെ നായകനായി വേഷം ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭരതേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. മമ്മൂക്കയും അശോകനും ഒക്കെ അഭിനയിച്ചൊരു നല്ലൊരു സിനിമയുണ്ട്, ഭരതേട്ടൻ സംവിധാനം ചെയ്ത കടൽ സിനിമയാണ്. ചെമ്മീൻ സിനിമയ്ക്ക് ശേഷം എത്രയോ കടൽ സിനിമ വന്നെങ്കിലും ഈ സിനിമയാണ് ഏറ്റവും കൂടുതൽ വിജയിച്ചത്. മമ്മൂക്കയുടെ മകളെ പ്രണയിക്കുന്ന ഈ കടപ്പുറംകാരനായിട്ട് നല്ലൊരു വേഷം അശോകൻ ആ പടത്തിൽ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ മൻപകൽ നേരത്ത് മയക്കം എന്നൊരു സിനിമ വന്നു, അതിലും അശോകൻ നല്ല ഒരു വേഷം ചെയ്തു. അങ്ങനെ ഒത്തിരി പടങ്ങൾ ഇപ്പോഴും പുതിയ തലമുറയിലെ സിനിമാ സംവിധായകരുടെ കൂടെയും അദ്ദേഹം സഹകരിക്കുന്നുണ്ട്. പിന്നെ പുതിയ കുട്ടികളുടെ പുതിയ തലമുറയിൽ അദ്ദേഹം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വന്ന നടനാണെങ്കിലും ഇപ്പോഴും അദ്ദേഹം ഇഷ്ടംപോലെ സിനിമകളിൽ നല്ല നല്ല ഈടുറ്റ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പുള്ളി എറണാകുളത്ത് ഏതോ ഷൂട്ടിലൊക്കെയാണ്. ഞാൻ പുള്ളിക്കാരനായിട്ട് സഹകരിച്ചത് അരപ്പട്ടകെട്ടി ഗ്രാമം എന്ന സിനിമയിലാണ്. പത്മരാജൻ സാറിൻ്റെ കൂടെ ഞാൻ സംവിധാന സഹായിയായിരുന്നു. അതിലെ നായകൻ അശോകനായിരുന്നു. മമ്മൂട്ടിയും നെടുമുടി വേണിച്ചേട്ടനും രാമേന്ദ്രനും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിലെ പ്രധാന ലീഡ് റോൾ ചെയ്തത് അശോകനായിരുന്നു. ഞാൻ വന്ന ഒരു ഫ്ലോയിൽ എൻ്റെ നാട്ടിലെ തന്നെ 2-3 പേരുടെ കാര്യം ഞാൻ വിട്ടുപോയി. അത് ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് വീണ്ടും അതിനെപ്പറ്റി പറയാം. മുതുകുളത്തിൻ്റെ ഞാൻ പറഞ്ഞു വന്ന മുതുകുളം രാമപിള്ള ചേട്ടൻ്റെയും അതുപോലെ തന്നെ പത്മരാജൻ ചേട്ടൻ്റെയും നമ്മുടെ എല്ലാവരും അറിയപ്പെടുന്ന നടൻ അശോകൻ്റെയും ചേട്ടൻ ഹരികുമാർ എന്ന അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റ് മേക്കർ സംവിധായകനായ ജോഷി സാറിൻ്റെ പടം, അതിൽ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർസായ 2 പേരും മമ്മൂക്ക, മോഹൻലാൽ, പിന്നെ മണിയമ്പിള്ള രാജചേട്ടന്, ജഗദീഷ്, MG സോമൻ ചേട്ടന്, ഇങ്ങനെ എല്ലാവരും അഭിനയിച്ചൊരു വലിയ ബ്രഹ്മാണ്ഡ സിനിമയായിരുന്നു നമ്പർ 20 മദ്രാസ് മെയിൽ. നമ്പർ 20 മദ്രാസ് മെയിൽ അതിൻ്റെ കഥയും മറ്റ് സിനിമയുടെ എല്ലാ കാര്യങ്ങളും എഴുതിയത് നമ്മുടെ നടൻ അശോകൻ്റെ ചേട്ടനായ എൻ്റെ അനിയൻ്റെ കൂടെയൊക്കെ പഠിച്ചിരുന്ന ഹരികുമാറാണ്. അദ്ദേഹം ഇപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം തേവലക്കര ചെല്ലപ്പണെന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന, പിന്നീട് അദ്ദേഹം സിനിമയിൽ പേര് മാറ്റി പ്രശാന്ത് എന്നതിൽ ആദ്യമായി സിനിമ ചെയ്തത് നമ്മുടെ അശോകൻ്റെ ചേട്ടൻ ഹരികുമാറിൻ്റെ കഥ തന്നെയാണ്. ആ പടത്തിൻ്റെ പേര് കള്ളൻ കപ്പലിൽ തന്നെ എന്നായിരുന്നു. പിന്നെ എന്തുകൊണ്ടോ അദ്ദേഹം സിനിമയിൽ നിന്ന് വിട്ടുമാറി ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയും ഇപ്പോൾ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരവ് ചെയ്തുകൊണ്ട് നല്ലൊരു സിനിമയുടെ പണിപ്പുരയിലാണ്. അതിൻ്റെ തിരക്കഥ സംഭാഷണമൊക്കെ എഴുതുന്ന ഒരു തിരിച്ചുവരവിന് വേണ്ടിയുള്ള ഒരു ഇതിലാണ് അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനിയൻ അശോകനും വളരെ വർഷങ്ങളായിട്ട് പെരുവഴിയമ്പലം മുതൽ ഇന്നും
ഈ 2025 കാലഘട്ടങ്ങളിലും പുതിയ തലമുറയിലെ സംവിധായകരുടെ കൂടെ നല്ല നല്ല വേഷങ്ങൾ അഭിനയിച്ചുകൊണ്ട് അദ്ദേഹവും സിനിമയിൽ തന്നെ തുടരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ മുതുകുളത്തുകാരി തന്നെ ചിങ്ങോലിക്കാരിയൊക്കെ ആയ നമ്മളുടെ നടി കെ മധുവിൻ്റെ അനന്തരവൾ എന്ന സ്ഥാനത്ത് വരുന്ന നവ്യ നായർ. നവ്യ നായർ നർത്തകിയാണ്, നല്ലൊരു നടിയാണ്. സിബി മലയിലാണ് അദ്ദേഹത്തിൻ്റെ പുള്ളിക്കാരിയെ ആദ്യമായി സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് രഞ്ജിത്തേട്ടൻ്റെ പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ സിനിമയായ നായികയും നവ്യ നായരായിരുന്നു. ദിലീപിൻ്റെ കൂടെ കുറേയധികം സിനിമകൾ നായികയായിട്ട് അഭിനയിച്ചിരുന്നു. ഇപ്പോഴും പിന്നെ സിനിമയിൽ തുടരുന്നുണ്ട്. KTC മുതലാളിമാരുടെ 2 പടത്തിൽ പുള്ളി തിരിച്ചുവരവ് നടത്തിയായിരുന്നു. രണ്ടും നല്ല സിനിമകളായിരുന്നു. നവ്യ നായരും എൻ്റെ നാട്ടിൻ്റെ വലിയ ഒരു അഭിമാനഭാജനമായി, നല്ലൊരു നടിയായി, നല്ല നർത്തകിയായി അവർ പ്രക്ഷോഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ എറണാകുളത്താണ് താമസിക്കുന്നത്. ഒരു നൃത്തവിദ്യാലയമൊക്കെ നടത്തുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ അവരുടെ പ്രായത്തിനനുസരിച്ച് നല്ലപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ കഴിവുള്ള ഒരു നടിയാണ് നവ്യ നായർ. പിന്നെ പ്രത്യേകിച്ച് അവരുടെ മാറ്റം അറിയണമെന്നുണ്ടെങ്കിൽ മഞ്ജു വാര്യരുടെയും അതുപോലെ തന്നെ മഞ്ജു വാര്യരെ പോലുള്ള വലിയൊരു സൂപ്പർ സ്റ്റാറിൻ്റെ കാലഘട്ടത്തിൽ തന്നെ, അതുപോലെ തന്നെ കാവ്യ മാധവൻ, അങ്ങനെ വളരെയധികം പുതുമുഖ നടികൾ കൂടെ തന്നെ പുള്ളിക്കാരിയും അരങ്ങേറ്റം കുറിച്ച് മലയാള സിനിമയിലെ നല്ലൊരു നായികയായി മാറിയ ആളെയാണ് നവ്യ നായർ. പിന്നെ ഞാൻ മറന്നുപോയ ഒരാളാണ് എൻ്റെ ശ്രീകുമാരൻ നമ്പിച്ചാടനും ONV-യും ഭാസ്കരൻ മാസ്റ്ററും പിന്നെ ഉച്ചത്തിരുമല ചേട്ടനും ഭരണിക്കാവ് ശിവകുമാറും എല്ലാവരും നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ ഈ സിനിമയിൽ നല്ല നല്ല ഗാനങ്ങൾ എഴുതിക്കൊണ്ട് ഈ രംഗത്ത് വന്ന എൻ്റെ നാട്ടുകാരനായ എൻ്റെ സുഹൃത്തു കൂടിയായ ചിങ്ങോലി ദേവദാസ് എന്ന് ഞങ്ങളൊക്കെ വിളിക്കപ്പെടുന്ന ദേവദാസ് ആണ് ഞാൻ മുമ്പ് പറയാൻ വിട്ടുപോയ ഗാനരചയിതാവ്. അദ്ദേഹം കൃഷ്ണസ്വാമി റെഡ്ഡിയാർ നിർമ്മിച്ച് ബാലേന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത രാധ എന്ന പെൺകുട്ടി എന്ന 2ാമത്തെ സിനിമ മുതൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മൾ കേട്ടു തുടങ്ങിയതാണ്. നിങ്ങളെല്ലാം കേട്ട് ഇപ്പോഴും ഓർക്കുന്ന നല്ലൊരു പാട്ടാണ് കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് നടക്കും പെണ്ണ്. ആ പാട്ട് തുടക്കം കുറിച്ചുകൊണ്ട് മലയാള സിനിമാ വേദിയിൽ കടന്നു വന്ന സുപ്രസിദ്ധ ഗാനരചയിതാവാണ് ദേവദാസ്. അദ്ദേഹവും പിന്നെ വളരെയധികം പടങ്ങൾക്ക് മുരുകാലയുടെ, അതുപോലെ തന്നെ ഒത്തിരി വലിയ വലിയ സിനിമകൾക്ക് നസീർ സാറിന് വേണ്ടിയും ഒക്കെ ഒത്തിരി പാട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രേം നസീർ സാറിൻ്റെ മകൻ ഷാനവാസ് സിനിമയിൽ ആദ്യം അഭിനയിക്കാൻ വന്നപ്പോൾ അതും ബാലേന്ദ്ര മേനോൻ സാറിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പ്രേമഗീതങ്ങൾ, അതിൻ്റെ ഗാനങ്ങളെല്ലാം എഴുതിയത് ദേവദാസാണ്. ജോൺസൺ മാഷ്, ദേവരാജൻ മാഷ്, പിന്നെ ഔസേപ്പച്ചൻ, അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ പിന്നെ നമ്മളുടെ കുളത്തൂപ്പുഴ രവി എന്നറിയപ്പെട്ടിരുന്ന രവീന്ദ്രൻ മാസ്റ്റർ, ഇവരെല്ലാം കൂടെ വിലപ്പെട്ട ഗാനങ്ങൾ, മനുഷ്യൻ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി സിനിമാ ഗാനങ്ങൾ എഴുതിയ ഒരു കവിയും സാഹിത്യകാരനും ചലച്ചിത്ര ഗാനരചയിതാവുമാണ് ദേവദാസ്. വാണി ജയറാം അദ്ദേഹത്തിനൂടെ പാടിയിട്ടുണ്ട്. ശ്യാം സാറിൻ്റെ പടങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഗാനരചന നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, മലയാള സിനിമ ഭാസ്കരൻ മാസ്റ്ററും ONV-യും എൻ്റെ നാട്ടുകാരൻ തന്നെയായ ശ്രീകുമാരൻ നമ്പി സാറും വിച്ചു തിരുമലച്ചേട്ടനും ഭരണിക്കാവ് ശിവകുമാറും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് അവരോടൊപ്പം തന്നെ ഒത്തിരി സിനിമകൾക്ക് ഗാനങ്ങൾ എഴുതി പിടിച്ചു നിന്ന ഒരു വലിയ സാഹിത്യകാരനാണ് ദേവദാസിൻ്റെ കാര്യവും ഞാൻ മുമ്പ് ഇത് പറയാൻ വിട്ടുപോയി. ഇപ്പോഴും നല്ല നാടകഗാനങ്ങൾക്കും എല്ലാം തന്നെ നിറച്ച് നാടക ഗാനങ്ങൾ, TV-യിലെ ഗാനങ്ങൾ എല്ലാം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ടെലിവിഷൻ കേന്ദ്രത്തിന് വേണ്ടിയുള്ള ഗാനങ്ങൾ, അതുപോലെ തന്നെ മറ്റേ റേഡിയോയ്ക്ക് വേണ്ടിയുള്ള ലളിതഗാനങ്ങൾ,
ഒത്തിരി ഗാനങ്ങളുടെ ഗാനശാഖയിലെ എല്ലാ ഇതിലും കൈവച്ച ഒരു വലിയൊരു ഗാനരചിതമാണ് ദേവദാസ്.